നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കേൾക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കഴിഞ്ഞ ദിവസം FC ഗോവ വേഴ്സസ് മുംബൈ സിറ്റി FC മത്സരത്തിൻ്റെ രണ്ടാം പാദ സെമി ഫൈനൽ മത്സരമായിരുന്നു നടന്നത്. ആ മത്സരത്തിൽ കരുത്തരായ മുംബൈ സിറ്റി FC വീണ്ടും വിജയം കരസ്ഥമാക്കുക തന്നെയായിരുന്നു. ആ മത്സരത്തിൽ ഗോളുകൾ നേടിയത് ജോർജ് പെരേര ഡയസും ലാലിയൻസ് വാലചാന്തയുമായിരുന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് മുംബൈ സിറ്റി FC വിജയം കരസ്ഥമാക്കി ഫൈനലിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും ഡയസിൻ്റെ മികച്ച പ്രകടനവും അതേപോലെ ലാലിയൻസ് വാലചാന്തയുടെ മികച്ച പ്രകടനവുമാണ് നമുക്ക് ഇന്ന് ആ മത്സരത്തിൽ കാണാൻ സാധിച്ചത്. FC ഗോവയ്ക്കാകട്ടെ ഒരു ഗോൾ പോലും തിരിച്ചടിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, പിറകിൽ നിന്ന് മുംബൈ സിറ്റി FC അവസാന 5 മിനിറ്റുകളിൽ നിന്ന് വമ്പൻ ഗോളുകൾ നേടി വിജയം കരസ്ഥമാക്കുന്നത് നമ്മൾ ആദ്യപാദ സെമിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും മുംബൈ സിറ്റി FC ഇനി നേരിടാൻ പോകുന്നത് ഫൈനലിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ടാണ്. ആ മത്സരത്തിൽ ഏത് ടീം വിജയിക്കാനാണ് സാധ്യതയെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും മുംബൈ സിറ്റി FC ചാമ്പ്യന്മാരാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, കേരള ബ്ലാസ്റ്റേഴ്സ് ISL സെർജിയോ ലൊബെറോണിയോ മാനുവൽ മാർക്കസിനെയൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിൻ്റെ പട്ടികയിൽ ചേർത്തിട്ടുണ്ടെന്നും അതിൽ നിന്ന് മികച്ചൊരു കോച്ചിനെ തിരഞ്ഞെടുക്കുമെന്ന് മനസ്സിലാവും. പക്ഷേ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ISL നിന്നല്ല കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ചിനെ കണ്ടെത്തിയിരിക്കുന്നെന്നും പകരം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ജർമ്മൻ കോച്ചുമായിട്ട് ഇപ്പോൾ ചർച്ചയിലാണെന്നും മാർക്കസ് ബാബൽ എന്ന് പറയുന്ന കോച്ചുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ചർച്ച നടത്തിയിരിക്കുന്നതെന്നുമാണ് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും മികച്ച പ്രകടനം കാഴ്ചവെപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഹെഡ് കോച്ചിനുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ചർച്ചയിലെന്നും വൈകാതെ തന്നെ ബ്ലാസ്റ്റേഴ്സ് കോച്ചിനെ പ്രഖ്യാപിക്കുമെന്നുമാണ് നമുക്കറിയാൻ സാധിച്ചത്. എന്തായാലും ഈ ജർമ്മൻ കോച്ചിൻ്റെ പേര് ഇപ്പോൾ വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ്. മാർക്കസ് ബാബൽ എന്ന് പറയുന്ന കോച്ചിനെയാണ് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യിക്കുന്നതെന്ന്